ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. D4 മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോകാൻ പോണത്. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇപ്പോൾ ഈ പാലം കാണുമ്പോൾ തൃശ്ശൂർക്കാർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിപ്പോൾ എവിടേക്ക് പോകണമെന്ന്. നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നേരെ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പുത്തൂർ വഴിക്ക് പോകുന്നുണ്ടാ. നമ്മൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ പണിയൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. സംഭവം ഈ മാസം 28 ഉദ്ഘാടനം, അതായത് ഒക്ടോബർ 28. നമുക്ക് നേരെ പോകാൻ പറ്റില്ല കേട്ടോ, റേറ്റ് തിരിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. അതായത് അറിയാലോ, സ്വാഭാവികം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക, എല്ലായിടത്തും റോഡ് പണിയാണ്. ഇത് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് വരണ കാരണം കൊണ്ട് അവിടെ പണിയാണ്. ഇപ്പോൾ ഏതായാലും നമ്മളവിടുന്ന് റേറ്റ് കട്ട് ചെയ്ത് നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാല എവിടെയാണെന്ന് അറിയാലോ, തിരുവനന്തപുരത്താണ്. 55 ഏക്കറിലാണ്, 1859 സ്ഥാപിതമായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മൃഗശാല ആട്ടത്. പുത്തൂരത്തെ സുവോളജിക്കൽ പാർക്ക് ഓപ്പൺ ആകുമ്പോൾ അതായിരിക്കും ഏറ്റവും വലുത്. പിന്നെ അവിടുത്തെ വിവരങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം കേട്ടോ. നമ്മളിപ്പോൾ ഇതേ ഷോർട്ട് കട്ട് എടുത്ത് വന്നപ്പോൾ അതേ പുത്തൂർ പാലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടാ. ദേ കാണുന്നതാണ് പുത്തൂർ പാലം. വന്ന വഴി നൈസ് വഴിയായിരുന്നുണ്ടാ, വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഇപ്പോൾ നമ്മൾ പുത്തൂർ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. ദേ ഇവിടെയും റോഡ് പണി നടക്കുന്നേട്ടാ, ഫുള്ള് റോഡ് പണിയാണ്. ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞാൽ റോഡ് പണി കഴിയാവട്ടാ, ദൈവത്തിന് അറിയാം. ഇപ്പം ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാ. ഞാൻ ചക്രേനെ കാത്തിരുന്ന കാരണമാണ് വൈകിയത്. ഞങ്ങൾ കാലത്ത് വന്ന് പോവാന്ന് വിചാരിച്ചതാ, പക്ഷേ ഇവൻ വരാൻ കുറച്ച് വൈകി. നമുക്ക് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താന്നുള്ളൊരു മൈൻഡിലാട്ടാ നമ്മൾ പോണത് തന്നെ. കാരണം നമുക്ക് ഇന്ന് വൈകുന്നേരം ചെന്നൈക്ക് പോകാം, ഒരു വർക്കിൻ്റെ പരിപാടിയായിട്ട്. നമ്മൾ ഡൈവിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൈവിങ് സംബന്ധമായ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടാ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഡൈവിങ്ങിൻ്റെ വീഡിയോ എന്താ ഇടാത്തതെന്ന്. നമ്മളിപ്പോൾ 2-3 മാസമായിട്ട് നാട്ടിലുള്ള കാരണം കൊണ്ടാണ് നാട്ടിലെ വീഡിയോസ് മാത്രം ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത്. പിന്നെ ഡൈവിങ് സംബന്ധമായ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട്. ഈ വെള്ളത്തിനിടയിലുള്ള ഫോട്ടോസ്, അതായത് അണ്ടർ വാട്ടർ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ചില ക്ലൈൻറ്റ് സമ്മതിക്കില്ല, ചില ആൾക്കാർ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാണ് മിക്ക വീഡിയോസും ഇടാത്ത തന്നെ. ഇതേ നമ്മൾ സുവോളജിക്കൽ പാർക്കിൻ്റെ അവിടേക്ക് എത്താറായിട്ടാ. ദേ ഈ സെൻറ്റർ കണ്ടോ, ഇവിടെ ഒരു കുരിശ് കാണാം. ഇവിടുന്ന് ലെഫ്റ്റാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയാണ്ട് നേരെ ഇച്ചിരി പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അതേ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ആ ദേ ഇവിടെ സ്റ്റേജൊക്കെ കിട്ടി തുടങ്ങി. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഈ സ്റ്റേജ് ഉള്ളത്. ദേ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലെ റോഡിലൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കട്ടാ. നമുക്കിനി എൻട്രിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വീണ്ടും പോകാണ്ട് കേട്ടോ, കുറച്ചും കൂടി പോകാണ്ട്. ഈ ഭാഗത്തൊക്കെ 2 സൈഡിലും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പറ്റും. നമ്മളിതേ ഒരു ഗേറ്റിനവിടെ തിന്നിട്ടാ, ഇതല്ല കേട്ടോ ഗേറ്റ്. നമുക്ക് വീണ്ടും മുന്നോട്ട് പോകണം, അവിടെയാണ് മെയിൻ എൻട്രൻസ്. ഓ കിഡിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡിലും കണ്ട, റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു മതിലാട്ടാ. ആ മതിലുമ്പൊക്കെ കണ്ട ഫുൾ പച്ചപ്പ്. അതായത് ഇവിടെ ഇപ്പം മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വണ്ടിയാട്ടാ പോണത്. നമ്മളങ്ങനെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസിലാട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ചോദിച്ചിട്ട് വേണം കടക്കാനായിട്ട്. നമ്മളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇനിയൊരു ഗേറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പ്രത്യേക പെർമിഷനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലേക്ക് ഒന്ന് പോയിട്ടൊന്ന് ചുറ്റി കാണാം. എന്തായാലും നല്ല ഭംഗിയിൽ 2 സൈഡിലും ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കാണാൻ നല്ല ചേലുണ്ട്. ഇത് ചെറിയൊരു സംഭവമല്ല കേട്ടോ. TV-യിൽ മൊബൈലൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇവിടെ വരുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത്. ഇതൊരു 1.5 ഗംഭീര സംഭവം തന്നെ കേട്ടാ. ഇതേ ഈ ഗേറ്റിൻ്റെ അവിടെയും വലിയൊരു സ്റ്റേജ് ഇതേ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ വന്ന വഴിക്കും ഒരു സ്റ്റേജ് പണിയുണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വമ്പ സ്റ്റേജ് ആട്ടാ. ഇനി നമുക്ക് നേരെ ചെന്നിട്ട് ആ റൂമിലേക്കൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, എന്തൊരു സംഭവം എന്ന് അറിയാണല്ലോ. ഇതിൻ്റെ എൻട്രൻസിന് നേരെ തന്നെ ഒരു വാട്ടർ ഡാൻസിനാന്ന് തോന്നുന്നു ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെയാണ് കേട്ടോ ഉള്ളിലേക്ക് നമ്മൾ കയറുക ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അതേ ഇപ്പോൾ ഇവിടെ പണി തുടങ്ങിയിട്ടുള്ളൂ കേട്ടാ, ഫുള്ളായിട്ട് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടാ. ഇനി ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് നമ്മളോട് പറഞ്ഞു കേട്ടാ. ഇനി നമുക്ക് ഇനി സൈഡ് പിടിച്ചൊന്ന് നടന്നു നോക്കാട്ടാ. ഇതേ അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാം. ഈ സൂവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കട്ടാ. അപ്പോൾ ഈ ഗേറ്റ് വഴിയാണ് ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മുഖ്യ അതിഥികൾക്ക് ഇരിക്കാനുള്ള കസേര ടാർപ്പായോണ്ട് മൂടി കിട്ടുന്നുണ്ട്. തൃശ്ശൂർ പുത്തൂരിൽ സുവോളജിക്കൽ പാർക്കിൻ്റെ നിർമ്മാണം. ടോട്ടൽ കോസ്റ്റ് 269.75 കോടി രൂപ. 336 ഏക്കറിലാണ് കേട്ടാ ഈ സംഭവം ഇവിടെ പണി കഴിഞ്ഞ് വരുന്നത് തന്നെ. ഇത് ചെറിയൊരു സംഭവം ഒന്നല്ല കേട്ടാ, നമ്മുടെ കേരളത്തിന് മൊത്തം അഭിമാനിക്കാൻ പറ്റിയ വലിയൊരു സംഭവമാണ്. ഇവിടുത്തെ ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ പണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സൈഡിൽ റോഡ് പണി നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ മൃഗശാലയുടെ പണി നടക്കുന്നുണ്ട്. പണികളൊന്നും കഴിഞ്ഞിട്ടുമില്ല. ഒക്ടോബർ 28 ഉദ്ഘാടനം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.